സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉള്ളവരിൽ അത് കെയർ ചെയ്യാതെ വിടുമ്പോൾ അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയിട്ട് മാറാറുണ്ട്. നമ്മുടെ ഓയിൽ സിക്രീഷനും അതേപോലെ ഡെഡ് സെൽസും ഒക്കെ അക്യുമുലേറ്റ് ആയിട്ടാണ് ഇങ്ങനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഡാൻഡ്രഫ് കുറയാൻ വേണ്ടിയിട്ടും അതേപോലെ സ്കാൽപ്പ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടുള്ള ചില ഹോം റെമഡീസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് മുട്ടയുടെ വെള്ള അതേപോലെ 1 സ്പൂൺ തൈര് ഇത് മിക്സ് ചെയ്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. അല്ലെങ്കിൽ കുതിർത്ത് വെച്ച ഉലുവയിൽ 1 സ്പൂൺ തൈര് ചേർത്ത് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഈ ഉലുവ മിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈവനിങ് സമയങ്ങളിൽ ചെയ്യാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് അലർജിക് റൈനൈറ്റിസ് അതേപോലെ ആസ്മ ഇങ്ങനത്തെ കംപ്ലൈന്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കാം. അത് ഡേ ടൈമിൽ ചെയ്യാം, ബട്ട് ഈവനിങ് സമയങ്ങളിൽ ചെയ്യാതിരിക്കാം. അതേപോലെ ഈ ഒരു സമയത്ത് ഫാറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വാൽനട്ട്, മുട്ട അതേപോലെ മീൻ ഇതൊക്കെ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യാം. വെള്ളം നന്നായിട്ട് കുടിക്കുകയും ചെയ്യാം. സ്ട്രെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ സ്ട്രെസ് കുറക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം. ചില പേഷ്യൻസിന് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഡാൻഡ്രഫിൽ കുറവുള്ളതെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റിന് ശേഷം ചെമ്പരത്തിയോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഇതൊക്കെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഓയിൽ നന്നായിട്ട് കഴുകിക്കളയാം. ഇങ്ങനെ ഒരു മാസം ചെയ്യുന്നതോടുകൂടി നിങ്ങളെ ഡാൻഡ്രഫിന് നല്ല മാറ്റം കാണും. ഒരു 2 മാസം ചെയ്യുന്നതോടുകൂടി ഡാൻഡ്രഫ് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും.